സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി ഫലം മെയ് 25-നും പുറത്തുവിടും. SSLC മൂല്യനിർണ്ണയം ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ 72 കേന്ദ്രങ്ങളിലായി നടക്കും. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണോ? എന്നാൽ ഫലപ്രഖ്യാപനം നീട്ടിയിരിക്കുന്നു. SSLC ഫലം മെയ് 3-ാം വാരവും ഹയർ സെക്കൻഡറി ഫലം മെയ് 25-നും പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC മൂല്യനിർണ്ണയം ഏപ്രിൽ 16 മുതൽ തുടങ്ങും. മെയ് 2 വരെയാണ് മൂല്യനിർണ്ണയമുള്ളത്. 72 കേന്ദ്രങ്ങളിലായാണ് ഇത് നടക്കുക. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 89 ക്യാമ്പുകളിലായി ഏപ്രിൽ 16 മുതൽ ആരംഭിക്കും. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ UAE-യിലെ 7 കേന്ദ്രങ്ങളിലെ SSLC +2 പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. SSLC വിദ്യാർത്ഥികളുടേത് മോഡൽ പരീക്ഷ, പാദവാർഷിക പരീക്ഷകൾ എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൂല്യനിർണ്ണയം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടേതാകട്ടെ 1-ാം വർഷ തിയറി പരീക്ഷ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഫലം നൽകും. ഇതിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ മെയ് അവസാനം സേ പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകും. നിരന്തര മൂല്യനിർണ്ണയ സ്കോറുകൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണമെന്നും പരാതി പരിഹരിക്കാൻ വിവിധ തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. അവധിക്കാല ക്ലാസുകൾ പാടില്ലെന്നും സ്കൂൾ ഫിറ്റ്നസ് ഉറപ്പാക്കുന്ന നടപടികൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി പറയുന്നുണ്ട്. മഴക്കാലത്തിന് മുൻപായി സ്കൂൾ മെയിന്റനൻസ് ജോലികൾ മെയ് 30-നകം പൂർത്തിയാക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷം 5-ാം ക്ലാസ് മുതൽ പഠന പിന്തുണ പരിപാടി നടപ്പിലാക്കും. 30% താഴെ മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് 2 ആഴ്ചത്തെ പ്രത്യേക ക്ലാസുകൾ നൽകിയ ശേഷം പരീക്ഷ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.